ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഇന്ന് നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു, എല്ലാവർക്കും ഒന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ടോട്ടൽ ഓവറോൾ മാർക്കറ്റ് നോക്കുകയായിരുന്നെങ്കിൽ നിഫ്റ്റി ഇന്ന് ടോട്ടൽ ഒരു 193 പോയിന്റ്സ് അപ്പായിരുന്നു, ബാങ്ക് നിഫ്റ്റി ഒരു 515 പോയിന്റ്സ് അപ്പായിരുന്നു. അപ്പോൾ ആദ്യം ഇന്ന് നമുക്ക് ടോട്ടൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ബാങ്ക് നിഫ്റ്റി സ്റ്റോക്സിൻ്റെ കാര്യം ഇന്നത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോസിറ്റീവ് ന്യൂസസ് ഇന്ന് പല ബാങ്ക്സിൻ്റെ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റും ഇന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ സ്റ്റോക്ക് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ച് ആക്റ്റീവ് സ്റ്റോക്സ് ആയിട്ടുണ്ടായിരുന്നത് തന്നെ ബാങ്കിങ് സ്റ്റോക്സ് ആണ്. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ആൻഡ് HDFC ബാങ്ക്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ട ആളുകൾക്ക് അറിയാം എന്തുകൊണ്ടായിരിക്കും ഇന്ന് ഇത്രയും സ്റ്റോക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്ന്. ഓക്കെ, ഇപ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് ഇന്നുണ്ടായിരുന്നത് മാക്സ് ഹെൽത്ത് കെയർ, ശ്രീറാം ഫിനാൻസ്, TCS, അപ്പോളോ ഹോസ്പിറ്റൽ ആൻഡ് ടെക് മഹീന്ദ്രയാണ്. ടോപ്പ് ലോസേഴ്സ് ആയിരുന്നത് ടാറ്റ സ്റ്റീൽ, അദാനി പോർട്ട്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ITC ആൻഡ് NTPC ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ട്രെൻഡ് ആയിരുന്നത്. സോ നമുക്കിന്ന് നിഫ്റ്റിയുടെ ലെവൽസ് എന്താ ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ വരച്ചിരുന്ന ലെവൽസിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് റിയാക്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമുക്ക് 5 മിനിറ്റ് ചാർട്ട് എടുത്തിട്ടാൽ മനസ്സിലാവും. ഓക്കെ, ഓരോ തവണയും നമ്മളെ ലെവൽസിൽ വരുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു ആൻഡ് അപ്സൈഡ് പോകുന്നു, തിരിച്ചും ഈ ഒരു റേഞ്ച്, ഈ ഒരു ബൈയിങ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലെവൽസിൻ്റെ മുകളിൽ തന്നെയായിട്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, ആൻഡ് ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ആൻഡ് നിഫ്റ്റിയുടെ റിസൾട്ട്സ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണ് 25,000 എന്ന് പറയുന്ന സോണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്സ് ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഞാനിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം 25,000 റൗണ്ട് ഫിഗർ ആണ് ആൻഡ് ഇതൊരു പ്രധാനപ്പെട്ട ഹേർഡിലാണ്. അപ്പോൾ മാർക്കറ്റിന് ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ മുൻകൂട്ടി കണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇന്ന് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നത്. സോ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നിങ്ങളുടെ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും. നിഫ്റ്റി നല്ല രീതിയിൽ അപ്സൈഡ് പോയി ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തു, 25,000 മുകളിൽ ബ്രേക്ക് ചെയ്തു ആൻഡ് തിരിച്ച് ഇവിടെ റീടെസ്റ്റ് ചെയ്യാതെ ഒരു ഡൗൺ സൈഡ് തന്നു. കാര്യം അതായത് മാർക്കറ്റിൽ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീല് പലർക്കും ഉണ്ടായി അല്ലേ. 25,000 ഹോൾഡ് ചെയ്യുന്നില്ല, ഡൗൺ സൈഡ് വരാൻ പോകുന്ന ഒരു ഫീല് തന്ന ശേഷം മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോയി, തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വന്നു. ഈ ഒരു സോണിൽ ഒരു കൺസോളിഡേഷൻ തന്നു, മാർക്കറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്, ബയേഴ്സും സെല്ലേഴ്സും ഏകദേശം ഒരു കൺഫ്യൂഷനിലായി. അവിടുത്തെ ഇന്നത്തെ ഒരു ദിവസം അതിനുശേഷം മാർക്കറ്റിനൊരു അപ്സൈഡോ ഡൗൺ സൈഡോ ഉണ്ടായിട്ടില്ല. ആ ഒരു ഏരിയയിൽ സോണിൽ കറക്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നിഫ്റ്റിക്ക് ഇന്നൊരു ക്ലോസിംഗ് 25,000 മുകളിൽ കിട്ടിയിട്ടുണ്ട്, അതൊരു നല്ല ലക്ഷണമാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 56,100 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുമെന്ന്. ആൻഡ് ഇനി ഒരു വൺ അവർ ചാർട്ടും കൂടെ നോക്കാം. 1 അവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത്, 56,150 മുകളിൽ നല്ല സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിയാൽ പിന്നെ ഒരു 300 പോയിന്റ്സിന്റെ അപ്സൈഡ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിലോട്ട് 300 പോയിന്റ്സിന്റെ അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മാർക്കറ്റ് ഈ ഒരു 56,156 എന്നുള്ള റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു അപ്സൈഡ് നാളെ ആയാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു അവസ്ഥ. സോ നമുക്ക് കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. ഇന്ന് കുറച്ച് സ്റ്റോക്സ് എനിക്ക് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൊന്ന് നമ്മുടെ ശ്രീറാം ഫിനാൻസ് ആണ്. ശ്രീറാം ഫിനാൻസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീറാം ഫിനാൻസ് ഞാൻ നമ്മുടെ 670 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് പ്രോപ്പർലി 670 ടാർഗറ്റ് അടിച്ചു. ഇതുവരെ ഞാൻ സെല് ചെയ്തിട്ടില്ല. രാവിലത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയതിന് ശേഷം മേ ബി ഒരു എക്സ്റ്റൻഡഡ് ടാർഗറ്റ് എന്ന നിലയിൽ ഞാനൊരു 400 റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യില്ലെന്ന് നോക്കും. ആൻഡ് സാമാന്യം നല്ല വോളിയം കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് പോസിറ്റീവാണ് ഇതിൽ. ഓക്കെ, ശ്രീറാം ഫിനാൻസ് ആൻഡ് വർദ്ധമാൻ സ്പെഷ്യൽ സ്റ്റീൽസ് ട്യൂബ് എന്ന് പറയുന്ന സ്റ്റീൽസ് ലിമിറ്റഡ് ആൻഡ് ഇതൊരു ബ്രേക്ക് ഔട്ട് റീറ്റെയിൽ സെറ്റപ്പിൽ നിലവിൽ നിൽക്കുകയാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് വാർത്തി ലിസ്റ്റിൽ ഇട്ടേക്കാണ്, VSSL. ഓക്കെ, പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഞാൻ സ്റ്റോക്ക് നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എലിക്കോൺ ആണ്. എലിക്കോൺ ചെറിയൊരു ട്രെൻഡ് ലൈൻ സെറ്റപ്പിൽ ബൗൺസ് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് എന്തായാലും ഈ ഒരു ഹൈക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. 630 എന്നുള്ളൊരു റേഞ്ചിലോട്ട് ഈ എലിക്കോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ എലിക്കോൺ എല്ലാവരും വാച്ച് ചെയ്യുക. ആൻഡ് ഇതൊരു നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സോൺ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 555 ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു സോണിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്താണ് വീണ്ടും അപ്സൈഡ് തന്നേക്കുന്നത്. സോ ഒരു 30 പോയിന്റ്സ് അപ്സൈഡ് ഞാൻ നാളെ മറ്റന്നാളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എലിക്കോൺ എഞ്ചിനീയറിംഗ് എല്ലാവരും വാച്ച് ചെയ്തിടുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർആർക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ സൊല്യൂഷൻസ് ആണ്. ഈ സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റ് വരാൻ കാര്യം ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പാണ്. ബ്രേക്ക്ഔട്ട് മാത്രമാണെങ്കിൽ നമുക്ക് നോക്കണ്ടായിരുന്നു, ബട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഈ സോണിൽ റീടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. 1934 ക്ലോസ് ചെയ്തേക്കുന്നത്. സോ
ഇത് ചെറിയ ഒരു റിസ്ക് റിവാർഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് റൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം ഇന്ററാർക്ക് ബിൽഡിംഗ് സൊല്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യുമെന്ന്. ഓക്കെ, ശേഷം നമുക്ക് നോക്കാം. ശേഷം HBL എഞ്ചിനീയറിംഗ് നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. നിലവിൽ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 12 പോയിന്റ്സ് അപ്പാണ്. 859 സ്റ്റോക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം വേറൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉഗ്രോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ഈ സ്റ്റോക്ക് ഒരു കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ആൻഡ് കൺസോൾഡേറ്റ് ചെയ്ത ശേഷം ഒരു സോൺ ഉണ്ടാക്കി ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ 190ക്ക് മുകളിൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഉഗ്രോ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്നുള്ളത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡ് വരുന്നുണ്ട്. സോ നമുക്ക് മേ ബി ഒരു പുൾ ബാക്ക് കിട്ടിയാൽ വളരെ നല്ലൊരു എൻട്രി കിട്ടും. ഒരു 920 EMA നമുക്ക് നോക്കാം. ഈ ഒരു പുൾ ബാക്ക് ഒരു 170 റേഞ്ചിലോട്ട് ഒരു പുൾ ബാക്ക് കിട്ടിയിട്ട് അപ്സൈഡ് തന്നാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രി കിട്ടും. നമുക്ക് നോക്കാം. മേ ബി 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം എന്തായാലും ഉഗ്രോ ക്യാപിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ആൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു എൻട്രി കിട്ടുമെന്ന്. അടുത്ത 2 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് ഏരിയയിലുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗിയാണ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗി എന്ന് പറയുന്നത് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഈ സ്റ്റോക്ക്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗിയുടെയൊക്കെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് വന്ന ശേഷം മോസ്റ്റ്ലി എത്ര % ഡൗൺ സൈഡ് വന്നതെന്ന് നമുക്ക് പറയാം. IPO ബേസ് പോയിൽ നിന്ന് മോസ്റ്റ്ലി 51% ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് എന്താ ശ്രമിക്കണമെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഒരു ഹയർ ഹൈ തന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് സ്വിഗ്ഗി ലിമിറ്റഡിൽ. ആൻഡ് നിലവിൽ ഒരു റേറ്റ് ടെസ്റ്റ് കാൻഡിലിൽ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു സോണിലാണ്, കണ്ടില്ലേ, ഈ ഒരു ഏരിയയിലാണ്, ചെറിയ സോണിലാണ് നിൽക്കുന്നത്. ഒരു 400 to 420 റേഞ്ച് ഒരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സ്വിഗ്ഗിയിൽ. ഓക്കെ, ഇപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. അപ്പം ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. സ്വിഗ്ഗി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോണിൽ നിൽക്കുകയാണ്. 400 റേഞ്ച് ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ മാർക്കറ്റിന് ഇത് ഈ ഒരു 400 റേഞ്ച് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ആയിട്ട് ഒരു 460 റേഞ്ചിലോട്ട് ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഫണ്ടമെന്റൽസ് വായിച്ചിട്ടല്ല, ഈ ഫണ്ടമെന്റൽസ് നോക്കിയിട്ടുമല്ല സ്വിഗ്ഗി ഇട്ടത്. ഒരു ടെക്നിക്കലി ഈ സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് കണ്ടിട്ടാണ് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഇട്ടത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് എറ്റേണലാണ്. എറ്റേണലും കൂടെ എടുക്കാം. സോ എറ്റേണൽ ലിമിറ്റഡും ഒരു സ്ട്രക്ചർ ബേസ് വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഒരു വലിയ ബേസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഈ ഒരു കഴിഞ്ഞ 3-4 ദിവസം മുന്നത്തെ ഒരു എന്താ പറയുക ഡൗൺ സൈഡിൽ ഈ സ്റ്റോക്ക് ഒന്ന് റീടെസ്റ്റ് ചെയ്തു. ആൻഡ് ചെറിയ ഏരിയയിൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. ഈ 320 ഇല്ലേ, ഈ ഒരു റേഞ്ചിൽ ഒരു സ്മോൾ ഡിമാൻഡ് ഏരിയ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് മാർക്കറ്റ് വീണ്ടും ആ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ 330 റേഞ്ചാണ്. 350 റേഞ്ചിലോട്ടുള്ള ഒരു മൂവ്മെന്റിനുള്ള സാധ്യത നമുക്ക് എറ്റേണലിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് ONGC ആണ്. അപ്പോൾ ഇതെല്ലാം പല സ്റ്റോക്കുകളും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സ്ട്രക്ചർ ബേസ് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്ന രീതി വെച്ചിട്ടാണ്. അപ്പോൾ ONGC നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ സ്റ്റോക്കിന്റെ ഇന്റൻഷൻ ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ നോക്കി ഈ സ്റ്റോക്ക് നോക്കിയാൽ വളരെ ചെയ്യുന്നൊരു രീതി കണ്ടില്ലേ. ഈ സ്റ്റോക്കും ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നടത്തി ഈ സ്റ്റോക്ക് അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. ഒരു 245 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു റേഞ്ച് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. 245ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ONGC എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ. സോ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഏതാ സ്റ്റോക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ ഓയിൽ ഇന്ത്യ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മളറിയാം, നമ്മളെ കഴിഞ്ഞ കുറേ വീഡിയോസ് ആയിട്ട് ഓയിൽ ഇന്ത്യ ഞാൻ വാച്ച് ചെയ്യുകയാണ്. അപ്പം ഓയിൽ ഇന്ത്യ വീണ്ടും ഈ ഒരു ഏരിയ 420 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് 456 ആയിരിക്കും. സോ ഞാൻ ഓയിൽ ഇന്ത്യ കുറച്ചധികം ദിവസം വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് ഇട്ടേക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.